പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഈശോ മിശിഹായുടെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനോടകം വളരെയധികം പേരെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ പരിചയപ്പെടാനിടയായി. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തി, ഒരു കുടുംബിനിയായ, അതോടൊപ്പം തന്നെ ഒരു ജോലി ഉദ്യോഗസ്ഥയായ, ഇത് രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്, രൂപതയുടെ ഫൊറോനയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾ, അതിനേക്കാളൊക്കെ ഏറെ നല്ലൊരു കലാകാരി. എപ്രകാരമൊക്കെ ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് ആലപ്പുഴ രൂപതയിലെ തുറവൂരുള്ള ചാവടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മരിയപുരം പള്ളിയിലേക്കും ഇടവക അംഗമാണ് സഹോദരി. അതുകൊണ്ട് ആ ഇടവകയിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാവരെയും ആ കുടുംബത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ വേണ്ടി ആ സഹോദരിക്കും നമുക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, മരിയപുരം ഇടവക്കാരിയായ സിനിമകൾ എന്ന ഈ സഹോദരിയെ പ്രത്യേകമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുകയാണ്. ഈ സഹോദരിയുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കേറെ പ്രചോദനമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഇതാ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ടീച്ചറെ, ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്ന് വരികയാണ്. ഈ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ ടി വിയിൽ? അതിലൂടെ അനേകം വ്യക്തികളെ ഞങ്ങൾ പരിചയപ്പെടുത്താനിടയായി. അവരുടെ ജീവിതവും അവർക്ക് കർത്താവ് കൊടുത്ത പ്രത്യേകമായ കാര്യസമൊക്കെ മനസ്സിലാക്കുവാനും അതുവഴി അനേകർക്കത് പ്രചോദനം നൽകുന്നതാണ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ആഴ്ചയിൽ ടീച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശ്വംശായിരിക്കട്ടെ. ആദ്യം ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിനി, ഫുൾ നെയിം സിനിമോൾ തങ്കച്ചൻ. ഞാൻ അപ്പച്ചനും അമ്മച്ചിക്കും 8 മക്കളാണുള്ളത്. 8ാമത്തെ മകളാണ് ഞാൻ. 6 ആണും 2 പെണ്ണുമാണ് ഞങ്ങൾ. അപ്പച്ചൻ്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് തങ്കമ്മ. ഹസ്ബൻഡ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കുന്നത് ചേർത്തല ചാവടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും അവർ 4 മക്കളാണ്. മൂത്ത മകൻ്റെ ഭാര്യയായിട്ടാണ് വന്നത്. ഹസ്ബൻഡിൻ്റെ പേര് തങ്കച്ചൻ. അവർ 2 ആണും 2 പെണ്ണുമാണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്, ഒരു മകനും മകളും. മകൻ ആൽഫ്രഡ്, അവൻ യൂറോപ്പിൽ ലാറ്റ്വിയയിൽ പഠിക്കുവാണ്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ലാസ്റ്റ് ഇയറാണ്. മകള് സംഹതിയിൽ ജർമ്മൻ B2 എഴുതുന്നു. പേര് ആഗ്നസ്. അപ്പോൾ ടീച്ചറെ, ഞങ്ങളിങ്ങനെ കേട്ടിരിക്കുന്നു ധാരാളം ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന പാർട്ടിയാണെന്ന് പല ഇടവകകളിലും. അപ്പോൾ ഈ ടീച്ചറിന് ഇപ്പോൾ ഈ ഇടവകയിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാമോ? ഇതെങ്ങനെ ഇതിനകത്തേക്ക് വന്നു? അതിന് സഹായകമായ സംഭവം എന്താണെന്നൊക്കെ ഒന്ന് പറയാമോ? ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ചേച്ചിയുടെ നാത്തൂൻ, പേര് മോളമ്മ എന്നാണ്. ചേച്ചി ഇങ്ങനെ ഞങ്ങൾ മിക്കവാറും, ഞാൻ ചെറുതായിരുന്നല്ലോ, അപ്പം മിക്കവാറും അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പുല്ലല്ലേ, പറമ്പിലുള്ള പുല്ലൊക്കെ പറിച്ചിട്ട് പുള്ളിക്കാരത്തി അതിനകത്ത് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെച്ച് കാണിച്ചു തരും. അപ്പോൾ ഞാൻ നല്ല ഭംഗി കാണാൻ. അങ്ങനെ അതിൽ എനിക്ക് ആ ചേച്ചിയാണ് എനിക്ക് അതിനകത്തെ ഒരു പ്രചോദനം തന്നത് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എവിടെയെങ്കിലും പൂക്കൾ കാണുമ്പോൾ ഇങ്ങനെ ശരിക്കും ഒന്ന് നോക്കും, എന്നിട്ട് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. പിന്നെ അങ്ങനെ ഇരുന്ന് തന്നെ പഠിച്ചാണ്, അല്ലാണ്ട് പഠിക്കാൻ പോയൊന്നുമല്ല. തന്നെ ഉണ്ടാക്കി 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ശരിയാകുമല്ലോ. അങ്ങനെ അത് നല്ല ഇതായി. പിന്നെ ഇപ്പോൾ പള്ളികളിൽ, നമ്മുടെ പള്ളിയിൽ ഇവിടെ സെൻറ്റ് മോനിക്ക മരിയപുരം പള്ളിയാണ് എൻ്റെ ഇടവക. അവിടെ പള്ളിയിൽ എല്ലാ തിരുനാളിനും പള്ളിയിൽ റൂഫൊക്കെ മേളിലെല്ലാം ഡെക്കറേഷൻ ചെയ്യണം ഞാനായിരിക്കും. പിന്നെ ചെറിയ ചെറിയ സ്കൂളിൽ ഇപ്പോൾ ചങ്ങര സ്കൂളിൽ ക്രാഫ്റ്റ് പഠിപ്പിക്കാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ സെൻറ്റ് ജോസഫ് കോളേജ് ഉണ്ട് ആലപ്പുഴ, അവിടെ കൊമേഴ്സ് ബാച്ചിന് അവരുടെ ഇതിൽ അങ്ങനെ ക്രാഫ്റ്റ് പഠിപ്പിക്കാനായിട്ട് 1 പ്രാവശ്യം അവർ വിളിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യണമുണ്ട് എറണാകുളത്ത് ജാവയുടെ ഷോറൂമിൽ സർവീസ് സെൻറ്ററിൽ സ്പെയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന രാത്രി സമയങ്ങളിൽ ഒക്കെയാണ് ഈ വക വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോഴേ ഇവിടെ ഇരിക്കുന്ന പല പൂക്കളും കണ്ടെങ്കിലും ഏറെ സ്വാധീനിച്ചത് ആ പൂക്കളാണ്.
വളരെ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും പറയും നല്ലതാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്നത്, അത് ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ടല്ല എന്നുള്ളൊരു ഇത് വരുന്നത്. പലവിധം പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആദ്യ കുർബാനക്കൊക്കെ ഉള്ള സംഗതി ഉണ്ടാക്കുക. ഉണ്ടാക്കുന്നുണ്ട്. പള്ളി പെരുന്നാളിന് മറ്റേ കപ്പോളയും ഇതൊക്കെ മെഴുകുതിരിയൊക്കെ അതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ അതുപോലെ വേറെ തൈക്കാട്ടുശ്ശേരി പള്ളി അവിടെ മറ്റുള്ള പള്ളികളിൽ നിന്നൊക്കെ ഇടയ്ക്ക് ഓർഡർ കിട്ടാറുണ്ട്. ഓർഡർ കിട്ടുന്ന സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ പള്ളിയിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് സഹായിക്കാറുണ്ട്. സൺഡേ സ്കൂൾ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സ് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കൈക്കാരൻ തൊട്ടിപ്പുറത്ത് തന്നെ വീട്, പുള്ളി സഹായിക്കാറുണ്ട്. പിന്നെ ചേട്ടൻ്റെ മകനുണ്ട് അബിൻ ആൻ്റണി, അവൻ സഹായിക്കാറുണ്ട്. അങ്ങനെ ആര് ആണെങ്കിലും എല്ലാവരും ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്, എൻ്റെ ഇടവകയിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും മനോഹരമായ പൂക്കൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മനോഹരമായ വിശ്വാസമുള്ളവരാക്കി മാറ്റാൻ ടീച്ചർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വിശ്വാസ പരിശീലനം കാറ്റീസം ടീച്ചറാണ്. അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പിന് പരിശീലിപ്പിക്കുക, അതുപോലെ ലോഗോസിന് അവരെ പ്രാപ്തയാക്കുക, അതെല്ലാം. ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ പോലും രാത്രിയൊക്കെ വന്നിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്ത് ലോഗോസിനൊക്കെ പിള്ളേരെ ഒരുക്കുമായിരുന്നു. സ്കോളർഷിപ്പിനും അങ്ങനെ നല്ല ഇതായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇതിനനുസരിച്ച് ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് ആലപ്പുഴ രൂപതയിൽ 3rd പ്രൈസ് കിട്ടിയത് ഞങ്ങളുടെ ഇതിലായിരുന്നു. അതായത് മൊത്തം ഒരു 8 പിള്ളേർക്കോളം പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമല്ലാതെ വേറെ രൂപതാതലത്തിലൊക്കെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടല്ലോ? രൂപതയിൽ സ്കോള എന്താണെന്ന് പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി. അത് സ്കോള എന്ന് പറഞ്ഞ ശുശ്രൂഷ സമിതികൾ, 6 ശുശ്രൂഷ സമിതികൾ നമ്മുടെ രൂപത ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിൽ ആ ശുശ്രൂഷ സമിതികളെ കുറിച്ച് മറ്റുള്ളവർ ബോധവൽക്കരണം ചെയ്യാനായിട്ട് പ്രാപ്തിയാക്കിയ കുറേ ആൾക്കാരുണ്ട്. ആത്മായര് വേണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനല്ല. അപ്പോൾ KRLCസിയുടെ മാർഗരേഖയിൽ കാണുന്ന അതനുസരിച്ച് ഓരോ ശുശ്രൂഷ സമിതി, ഈ 6 ശുശ്രൂഷ സമിതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അജപാലന ശുശ്രൂഷ സമിതി, സാമൂഹ്യം, വിദ്യാഭ്യാസം, കുടുംബം, യൂത്ത്, ആത്മായ ശുശ്രൂഷ സമിതി, അങ്ങനെ 6 ശുശ്രൂഷ സമിതികളാണ് നമുക്ക് ഇതിലുള്ളത്. അപ്പം അതിനെപ്പറ്റി ഓരോ അച്ഛന്മാരും അതിന് പ്രാപ്തരായ ആത്മായരും കൂടി ഞങ്ങളെ പഠിപ്പിച്ച് രൂപത നമുക്കൊരു സ്കോളർ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. രൂപത റിസോഴ്സ് പേഴ്സൺസ് ആയിരിക്കും. അതെ അതെ, അതിലൊരാളാണ്. അങ്ങനെ പ്രാപ്തിയാക്കി ഞങ്ങളെ കൊണ്ടുവന്നേക്കണ അതിലുള്ളതാണ്. മനക്കോടം ഫെറോനയിൽ കൺവീനറാണ് ഞാൻ. അപ്പോൾ മനക്കോടം ഫെറോനയിൽ ഈ സമിതികളെല്ലാം ആക്റ്റീവ് ആകാൻ മറ്റു ഇടവകളിലൊക്കെ പോകേണ്ടി വരുമോ? അതൊക്കെ വേണ്ടി വരും. അങ്ങനെ എന്തൊക്കെ ചെയ്യാം അവിടെ ചെന്നിട്ട്? അങ്ങനെ നമ്മൾ ഇപ്പം ഞങ്ങൾക്ക് ഇടവകളിൽ ഇങ്ങനെ ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറഞ്ഞ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. രൂപത അങ്ങനെ ഒരു ഇത് നടത്തിയിട്ടുണ്ട്. മനക്കോടം ഫെറോനയിൽ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം എന്നുള്ളതിൽ ഞങ്ങൾ മറ്റുള്ള ഇടവകളിൽ പോകാറുണ്ട്. പോയിട്ട് അവിടെ സംസാരിക്കാറുണ്ട് അതിനെപ്പറ്റി, എങ്ങനെ ഒരു BCC എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും, എന്തൊക്കെയാണ് ശുശ്രൂഷ സമിതികൾ, അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുക. ഈ ഹാർട്ട് ടു ഹാർട്ട് എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറുന്ന ഒരു പ്രോഗ്രാമാണല്ലോ അത്, അതുകൊണ്ടാണ് ഹാർട്ട് ടു ഹാർട്ട്. അതെ, അതായത് ആ യൂണിറ്റിൽ പോയിട്ട് ആ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പകർത്തിക്കൊണ്ടുവരാം. നമ്മളുടെ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം, ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എവിടുന്നെങ്കിലും സിസ്റ്റർ ടീച്ചറിന് ഇങ്ങനെ ഒരു അനുമോദനം എന്ന രീതിയിൽ രൂപത എന്തെങ്കിലും അനുമോദനം കിട്ടിയിട്ടുണ്ടോ? രൂപത എന്നുള്ളത് മറ്റേ സ്കോളർ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. ഇടവകയിൽ നിന്ന് ബെസ്റ്റ് സെക്രട്ടറിക്കുള്ളതും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സഭാപ്രവർത്തക എന്നുള്ളതും എനിക്ക് തന്നെയായിരുന്നു കിട്ടിയത്. ബെസ്റ്റ് സെക്രട്ടറി 2 വർഷം മുമ്പായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് വർഷം അവർ ഏറ്റവും നല്ല സഭാപ്രവർത്തക, അതിനുള്ള അവാർഡാണ്. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ സഭയുടെ എല്ലാ തലങ്ങളിലും എത്തുന്നുണ്ട്, അതല്ലേ ശരി? എന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ രൂപതയായിട്ടും ഫെറോനയായിട്ടും ഇടവകയായിട്ടും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു വികലാംഗയാണ്. എനിക്കൊരു 3.5 വയസ്സിൽ പോളിയോ വന്നായിരുന്നു. പോളിയോ വന്ന് മൊത്തം തളർന്നുപോയി. അത് കഴിഞ്ഞ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ആങ്ങളമാരും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി. ചെറിയ കുട്ടികൾ എങ്ങനെയായിരുന്നു കമ്മന്ന് വീണ് ഇഴയണ് ആ രീതിയിലൊക്കെ തുടങ്ങിയെന്ന് പറയണം. 3.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ പോളിയോ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തുടങ്ങി നടന്നാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുട്ടിന് കൈ ഇങ്ങനെ കൊടുത്തിട്ട് കാലെടുത്ത് വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് എൻ്റെ കോലഞ്ചേരി അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷനൊക്കെ ചെയ്ത് പിന്നെ നടക്കാൻ തുടങ്ങി. 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ കാലിങ്ങനെ മറിഞ്ഞു പോകുമായിരുന്നു, തിരിഞ്ഞാണ് ഇങ്ങനെ ഇതാക്കിയിരുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു 5ാമത്തെ ആങ്ങള സിബി എന്ന് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു. ക്ലോസിൻ്റെ ഉള്ളിൽ കാല് പോയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് ലിസി ഹോസ്പിറ്റലായിരുന്നു. ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടർ രാജാറാം എന്ന് പറഞ്ഞ ഡോക്ടർ,
ഡോക്ടർ ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ നടക്കുന്നത് ഡോക്ടർ കണ്ടു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ സിസ്റ്ററാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയും മൂത്താങ്ങളയുടെ ഭാര്യ ജൂലി ചേച്ചിയും കൂടി എന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പെങ്കൊച്ചല്ലേ നമുക്കൊന്ന് ശരിയാക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാലിലൊരു 3-4 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പറേഷൻ ചെയ്തതിലാണ് ഇപ്പോൾ ഈ പരുവത്തിലായി കിട്ടിയേക്കണത്. ഇപ്പോൾ ചെറിയൊരു ഇതൊന്നും നടക്കുമ്പോൾ ഒരു ചെറിയ ഇതുണ്ട്. എന്നാലും എൻ്റെ കുറവുകളെല്ലാം നിൽക്കുമ്പോൾ നിർത്തിക്കൊണ്ട് തന്നെ രൂപതയും ഫെറോനയും അവരെല്ലാം രൂപത ടീമും ഫെറോന ടീമും എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എനിക്കങ്ങനെ ഒരു കുറവുണ്ടെന്ന് പോലും കാണിക്കാണ്ട് അവരോടൊപ്പം എന്നെ കൊണ്ട് നടക്കണുണ്ടെന്ന് എനിക്ക് തോന്നണം. ശുശ്രൂഷകരുടെ ജീവിതത്തിലെ ദൈവാനുഭവത്തിൻ്റെ കല്ല് സ്ഥാപിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പലപ്പോഴും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ദൈവാനുഭവത്തിൻ്റെ പല കല്ലുകളും സ്ഥാപിച്ച് കാണും. നമ്മളറിയാതെ ചിലപ്പോൾ അറിഞ്ഞും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് 3 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നായിരുന്നു. ആ സമയത്തെന്ന് പറഞ്ഞാൽ എന്നും ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നു. ആ 9 മാസവും ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നു. ഡെലിവറി ടൈമിൽ ഇങ്ങനെ അമ്മയും മകളെയും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു പറഞ്ഞിരുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും എൻ്റെ ഹസ്ബൻഡ് നല്ല എന്നേക്കാളും കൂടുതലായിട്ട് വിശ്വാസമുള്ള ഒരാളാണ് ഹസ്ബൻഡ്. പുള്ളി ഭയങ്കര എല്ലായിടത്തും നേർന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനെ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നൊരു ഇതായിരുന്നു. അങ്ങനെ 2 പേർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം ഞങ്ങളെ 2 പേരെയും കാത്തുരക്ഷിച്ച്. മകൾക്കാണെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും ചെറുപ്പത്തിലേ ഇങ്ങനെ 2-2.5 വയസ്സായപ്പോഴത്തേക്കും കൊച്ച് ബാത്റൂം കഴിയുന്ന സാധനം എടുത്ത് കുടിച്ചു. അതൊരു വല്ലാത്ത ഒരു ഇതിൽ തന്നെ ഇരുന്നത്. ഇന്ന് ഞാൻ അന്ന് ജോലിക്ക് പോകുമായിരുന്നു. അതൊരു സ്പെയർ പാർട്ട് ഷോപ്പിൽ ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ ജോലിയും കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ വന്നിങ്ങനെ മോള് ഇത് കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അപ്പോൾ തന്നെ വേഗം വന്നപ്പോഴത്തേക്കും കൊച്ചിങ്ങനെ ഹസ്ബൻഡ് ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നതായിരുന്നു. എന്നാലും ആള് ഇങ്ങനെ വായിന്നൊക്കെ നൊരയുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആള് വായിന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. ഉടനെ ഞങ്ങൾ വീണ്ടും അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ എല്ലാ ഹോസ്പിറ്റലും കയറി ഇറങ്ങിയിട്ടും ആരും എടുക്കണില്ലായിരുന്നു. അത് ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി എല്ലാവരും ഹോസ്പിറ്റലിൽ പ്രശ്നം ഉണ്ടാക്കി. ഫസ്റ്റ് എയ്ഡെങ്കിലും നിങ്ങൾ കൊടുക്കുന്നും പറഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. അതൊക്കെ ചെയ്ത് വയറൊക്കെ അവർ ഇതാക്കി ക്ലീൻ ചെയ്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ നേരെ ഐസിയുലേക്കാണ് കയറ്റിയത്. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കിട്ടുമായില്ലേ എന്നുള്ളൊരു ഇതായിരുന്നു. ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അനസ്തേഷ്യയൊക്കെ കൊടുക്കാനായിട്ടുള്ള ഡോക്ടറെയൊക്കെ കണ്ട് എല്ലാം റെഡിയാക്കി. ഞാൻ ചെല്ലണില്ല അങ്ങോട്ട്. ഹസ്ബൻഡാണ് കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടൊക്കെ പോണത്. എനിക്കതിനുള്ള ശേഷിയില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു എമർജൻസി കേസ് വന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറ്റാം, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഇറക്കിയിട്ട് അത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞ് കൊച്ചിനെ രണ്ടാമത് ചെയ്യാൻ വേണ്ടി കയറ്റിയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല. മറ്റേന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് കുടലെല്ലാം പൊള്ളി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ രണ്ടാമത് കയറ്റിയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഞങ്ങളെ കടാക്ഷിച്ച് ആ മകളെ എനിക്ക് തിരിച്ചു തന്നതാണ്. അതെ, ഒന്നുമില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു 5 വർഷം, ഒരു 6 വർഷം മുമ്പ് ഒരു ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ DC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കയറി ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ വേഗം തന്നെ ചെയ്യണം, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ വേണ്ടി വരും, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നീങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇത് വന്നു, സ്ട്രോക്ക് പോലെ വന്ന്. അന്നേരം ഭയങ്കര നേരെ ICUലേക്ക് അവർ കൊണ്ടുപോയി. ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു മരുന്ന്, അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാലും ആ ഓപ്പറേഷന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് അനസ്തേഷ്യയുടെ ഡോക്ടർ വന്ന് നോക്കി എല്ലാം ഒപ്പിട്ട് എല്ലാം ശരിയാക്കി. തിയേറ്ററിലേക്ക് കയറ്റിയ സമയത്ത് അനസ്തേഷ്യയുടെ ഡോക്ടർ വന്ന് കണ്ടപ്പോൾ പറഞ്ഞില്ല, ആൾക്ക് പ്രശ്നമാണത്, സ്ട്രോക്ക് വീണ്ടും വരുന്നുണ്ട്, അതുകൊണ്ട് ആൾ ഇതാവൊന്നും പറയാൻ പറ്റൂല, രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി ഉണ്ട്, ചേച്ചിയുടെ വീട് ചേരാമല്ലൂരാണ്, പേര് സിസി എന്നാണ്. ചേച്ചി കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭക്തയാണ്. ചേച്ചി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, തിരിച്ചിറക്കണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞില്ല, വേണ്ട ഓപ്പറേഷൻ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ടാണ്, അന്ന് എല്ലാവരും കാണണമെങ്കിൽ എല്ലാവരും പറഞ്ഞോളാന്നൊക്കെ പറഞ്ഞു എല്ലാവരോടും.
ചേച്ചി വേഗം പറഞ്ഞ് ഞാൻ രണ്ടാമത് കാണാൻ വരാമെന്ന് പറഞ്ഞു. ചേച്ചീനെ മാത്രമേ കയറ്റിയുള്ളായിരുന്നു കാണിക്കാൻ. എന്നുവെച്ചാൽ മോള് ഉണ്ട് അവിടെ, എൻ്റെ ഹസ്ബൻഡ് മകനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ മോളും ഉണ്ട് ചേച്ചിയുടെ കൂടെ. ചേച്ചി മോളോടൊന്നും പറഞ്ഞില്ല, അവൾക്ക് സങ്കടം വരുമെന്നും പറഞ്ഞ് അവളോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ചേച്ചി വന്ന് മാതാവിൻ്റെ കൃപാസനത്തിൽ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ കൊണ്ടുവന്ന് വന്നപ്പോഴത്തേക്ക് തിയേറ്ററിലേക്ക് കയറി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ രണ്ടാമത് കയറ്റില്ലല്ലോ, തിയേറ്ററിലേക്ക് കയറ്റില്ല. അതിനകത്ത് കയറ്റിയ ആളെ രണ്ടാമത് ഇറക്കിയിട്ടാണ് ചേച്ചിനെ കാണിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നു. അപ്പം അങ്ങനെ കാണിക്കില്ലെന്ന് എനിക്കും തോന്നിയത്. ചേച്ചി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞ് പേടിക്കണ്ടട്ടാ, ഞാനുണ്ട് കൂടെ, മാതാവുണ്ട് കൂടെ, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം എനിക്കൊന്ന് നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാണെന്നുള്ള രീതിയിൽ ചേച്ചി വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപമൊക്കെ കൊണ്ട് എന്നെ മുഴുവനും മേത്തൊക്കെ ഇങ്ങനെ തേച്ച് പ്രാർത്ഥിച്ച് എല്ലായിടത്തും വെച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇരുന്നോന്ന് പറഞ്ഞ് ചേച്ചി പോയി. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ സിസ്റ്റർമാർ പറഞ്ഞത് നോക്ക് കസിൻസ് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം കട്ടം മാറ്റിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാവരും അറിഞ്ഞ് എല്ലാവരും വന്നു. എന്നുവെച്ചാൽ എല്ലായിടത്തേക്കും ചേച്ചി വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു അവസ്ഥയാണ് പറഞ്ഞേക്കണത്. ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ സിസ്റ്റേഴ്സിനെ കോൺവെൻറ്റിലേക്കും ഞങ്ങളുടെ പള്ളിയിൽ അന്നേരം GBH അവിടെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു ചേച്ചി. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഞാനത് രക്ഷപ്പെട്ട് ഇങ്ങനെ വന്നു. നാട്ടുകാരാണെങ്കിൽ പോലും ഈ ഇവിടെ ചാവടി ഈ ഏരിയയിലുള്ള എല്ലാവരും ഒരുപാട് പ്രാർത്ഥനയിലായിരുന്നു. കാറ്റീസും ടീച്ചേഴ്സും എല്ലാവരും കഴിയുമ്പോൾ പറയണ്ടത് എനിക്ക് അവിടെ നേർച്ചയുണ്ട്, എനിക്കിവിടെ നേർച്ചയുണ്ട്, ഞങ്ങൾക്ക് ടീച്ചർ അങ്ങനെ കിട്ടി രക്ഷപ്പെട്ട് കിട്ടണമെന്നുള്ള ഞങ്ങളുടെ ഇതിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേർച്ച കഴിക്കാൻ പോകണോട്ടെ. എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഇടവക മുഴുവനും അതെ പൂർണ്ണ സൗഖ്യമായിട്ട് വന്നു. അത് അന്ന് തുടങ്ങിയതല്ല, ദൈവത്തിൻ്റെ കാരുണ്യം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് കൊണ്ട് നടക്കണത് ഇപ്പോൾ ശരിക്കും അതാണ്. അന്നൊക്കെ അങ്ങനെ വയ്യാണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ അന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഒക്ടോബർ മാസം വരുന്ന വയ്യാതെ വന്നത്, മാതാവിനെ ഒരുക്കുക. അന്ന് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ സിസ്റ്റർമാർ വന്നിട്ടില്ലാത്ത സമയത്തൊക്കെ എന്നും മാതാവിൻ്റെ പീഠ ഒരിക്കലും ഞങ്ങൾ മാതാവിന് സാരി കുടിപ്പിക്കും. അപ്പോൾ ഞാനായിരിക്കും അവിടെ ചെയ്യണത്, ഞാൻ പള്ളിയിൽ മേരിവരുത്. അന്നേരം ഞാൻ ജോലിക്ക് പോകണില്ലായിരുന്നു. അപ്പം എല്ലാ ദിവസവും ചെന്ന് മാതാവിനെ ഉടുപ്പിക്കണം. അപ്പം മാതാവിനോട് ഞാൻ പറയും, ഞാൻ എല്ലാ ദിവസവും സാരിയെ കുടിപ്പിച്ച് ഒരുക്കുന്നതല്ലേ, എന്നിട്ടും എന്നോട് എന്താണ് ഇങ്ങനെ കാണിച്ചത് എന്നുള്ളൊരു നമുക്ക് സങ്കടം ആ സമയത്ത് തോന്നിയായിരുന്നു. പക്ഷേ അത് മാതാവിൻ്റെ അനുഗ്രഹം മാതാവ് മകനോട് പറഞ്ഞ് എന്നെ കാത്തുരക്ഷിച്ച്. അപ്പോൾ ദൈവാനുഭവത്തിൻ്റെ ഇങ്ങനെ നിരനിരയായ ഒരുപാട് അനുഭവങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപാവരം നമുക്ക് ലഭിക്കുന്നത്. കാരണം നമുക്ക് സന്നിവേശത്തെ വരപ്രസാദം എന്ന് പറഞ്ഞുണ്ട്, മാമോദിസ കിട്ടുന്നതാണ്. ഒപ്പം അതോടൊപ്പം തന്നെ പ്രേരക വരപ്രസാദം എന്ന് പറയുന്നുണ്ട്. ദൈവാനുഭവം ഉണ്ടാകുന്നവർക്കാണ് പ്രേരക വരപ്രസാദം വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം രൂപതയിൽ ഓടി വന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇനി വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല സൗകര്യം. ഞാൻ പഠിച്ചത് 4ാം ക്ലാസ് വരെ മറ്റേ പെരുമാനൂർ തേവര അവിടെ സ്കൂളിലായിരുന്നു, സെൻറ് തോമസ് GHSലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള സ്ഥലം അപ്പച്ചൻ്റെ നാട് അവിടെ ഇരുന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചേരാനല്ലൂർക്ക് മാറി, വരാപ്പുഴ അവിടെ ഇരുന്ന് 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ സെൻറ് ജോസഫ് GHS വരാപ്പുഴ അവിടെ പഠിച്ചത്. അത് പ്രീ ഡിഗ്രിയൊക്കെ ഭാരത് മാതാ കോളേജ് തൃക്കാക്കര അവിടെ ഇരുന്ന് BCom കഴിഞ്ഞതാണ് ഞാൻ. വിദ്യാഭ്യാസം പിന്നെ സെക്രട്ടറി പ്രാക്ടീസ് മറ്റേ സ്കിൽ ടെക് ITC എന്നും പറഞ്ഞുകൊണ്ട് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ITC ഉണ്ട്, അവിടെ സെക്രട്ടറി പ്രാക്ടീസ് പഠിച്ചിട്ടുണ്ട്. ഉപകരിക്കത്തക്ക ജോലിയാണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ഞാൻ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്കല്ല പോയത്. അതെന്തോ എനിക്ക് വണ്ടികളുടെ പാർട്സ് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ജോലി കല്യാണത്തിന് മുമ്പേ ഉണ്ടായിരുന്നു ജോലി. ഒരു സ്പെയർ പാർട്സ് ഷോപ്പിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. അന്നേരം അക്കൗണ്ടൻ്റ് ആയിരുന്നെങ്കിലും അവർ ഓരോ പാർട്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബില്ല് ചെയ്യാൻ നേരമൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാനതിങ്ങനെ നോക്കി അതിൻ്റെ പേര് പഠിക്കുക. അല്ലാണ്ട് അക്കൗണ്ട്സും സ്പെയറും കൂടി വേറെ ബന്ധമൊന്നും വരില്ല. പക്ഷെ ഞാൻ അങ്ങനെ നോക്കി പഠിക്കുമായിരുന്നു. അങ്ങനെ ആ ബില്ലിങ് ചെയ്ത് ഈ സാധനങ്ങളെല്ലാം പഠിച്ചെടുത്ത് എനിക്ക് ആ ഫീൽഡിലേക്ക് കൂടുതൽ താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞ് റോയൽ എൻഫീൽഡ് സെൻറ്റ് മേരീസിൽ ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ സ്പെയർ മാനേജറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. ഒരു 3-4-5 വർഷം അതിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണ് ജാവയുടെ ഷോറൂമിൽ സർവീസ് സെൻറ്ററിൽ എടപ്പള്ളിയിലാണ്, പത്തടിപ്പാലം ക്ലാസിക് മോട്ടോഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അതിൽ സ്പെയർ മാനേജറായിട്ട് ഒരു 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു.
സ്വന്തം ഇടവകയെ തന്നെ അല്ലെങ്കിൽ സഭയെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന ടീച്ചറെ, ഇവരൊക്കെ ഇടവകയിലുള്ളവരും സ്വന്തം കുടുംബത്തിലുള്ളവരും ഒക്കെ ആണല്ലോ. ഇവരൊന്ന് പരിചയപ്പെടുത്താവോ? ഇത് എൻ്റെ മകളാണ്, പേര് ആഗ്നസ്. ഞാൻ പറഞ്ഞിരുന്നു, ദൈവം തന്ന ദാനം അത് പല പ്രാവശ്യം അങ്ങോട്ട് പോകും എന്നുള്ളൊരവസ്ഥ വന്നിട്ട് പോലും കൂടുതൽ തീക്ഷ്ണമായിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയ ദൈവം വീണ്ടും വീണ്ടും എനിക്ക് തന്നേക്കണ ഒരു ഗിഫ്റ്റാണിത്. മോള് ജർമ്മൻ പഠിക്കുവാണ്. ഇപ്പോൾ B1 കഴിഞ്ഞു. B2 എക്സാം ഇപ്പോൾ അടുത്ത മാസം എക്സാമാണ്. അമ്മയ്ക്ക് അത്രയും വലിയ അസുഖം വന്നപ്പോഴൊക്കെ ഈ മകൾക്ക് എത്ര വയസ്സ് കാണും പ്രായം? അന്ന് എനിക്ക് അസുഖം വന്ന് കിടന്ന സമയത്ത് മകള് ഒരു 5-6 വർഷം മുമ്പല്ലേ, അന്ന് 10th പഠിക്കുമോ കൊച്ച്. 10th പഠിക്കുന്ന സമയത്തായിരുന്നു. അന്നേരം വീട്ടിലെ എല്ലാ വർക്കും എനിക്ക് ചെയ്തു തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണ മകളാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കും. ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവള് വീട്ടിൽ വർക്കൊന്നും ഉണ്ടാവില്ല. എനിക്ക് വന്നു കഴിഞ്ഞാൽ കഞ്ഞി വെക്കണോ കറി വെക്കണോ അങ്ങനത്തെ പണിയൊന്നും ഉണ്ടാവില്ല. എല്ലാം ചെയ്തു. അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും സാധനമാണെങ്കിൽ മാത്രമേ കറി വെക്കേണ്ടി വരുള്ളൂ. അതല്ലെങ്കിൽ അവൾക്ക് മടി തോന്നണമെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ളവരൊന്ന് പരിചയപ്പെടുത്തി. ഇത് ചേച്ചിയുടെ മകളാണ്, പേര് ആരോൺ. അത് കാറ്റീസം ടീച്ചർ, എൻ്റെ കൂടെ പള്ളിയിൽ കാറ്റീസം പഠിപ്പിക്കുന്ന കുട്ടിയാണ്. ടീച്ചർ എങ്ങനെ പഠിപ്പിക്കും, സഹായിക്കണമെന്ന് എന്നെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ്, ഈ പള്ളി ഡെക്കറേഷൻ സമയത്തും പൂക്കൾ ഏതെങ്കിലും പള്ളിയിൽ നിന്നൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ അന്നേരം എന്നെ എല്ലാ വിധത്തിലും സഹായിക്കുന്നതാണ്. രാത്രി വന്ന് നിൽക്കും, എൻ്റെ കൂടെ നിന്ന് രാത്രിയൊക്കെ നിന്ന് ചെയ്തു തരും. അല്ലെങ്കിൽ അവൾ വീട്ടിൽ കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് പിറ്റേ ദിവസം എന്നെ ഏൽപ്പിക്കും. പേര് സജനയെന്നാണ്. പിന്നെ ഇത് വരുന്നത് ചേട്ടൻ്റെ മകനാണ്, കസിനാണ്, അബിൻ. നമ്മുടെ പള്ളിയിൽ, മരിവരം പള്ളിയിലെ KCMൻ്റെ പ്രസിഡൻ്റാണ്. അവനും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ ഇവർ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവനാണ് വൈകിട്ട് വന്ന് കൂട്ടി നിൽക്കുന്നതൊക്കെ. ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് പോകണതൊക്കെ. പിന്നെ അവിടെ അടുത്ത് പലരുടെ അടുത്ത് വർക്ക് ചെയ്യണത്. വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരുമിച്ച് രാവിലെ എന്നെയും കൊണ്ട് പോകും, വൈകിട്ട് എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. അവൻ്റെ സ്കൂട്ടറിലാണ് ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ കൈക്കാരൻ, ഞങ്ങളുടെ പള്ളിയിലെ കൈക്കാരൻ എന്നതിലുപരി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. പേര് സെബാസ്റ്റ്യൻ. റെയിൽവേയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ പള്ളിയിലെ കൈക്കാരനാണ്. പുള്ളിയും എന്നെ ഇപ്പോൾ ഓർഡറൊക്കെ ഒരുപാടുണ്ടെങ്കിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണതാണ്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് നേരത്തെ ഒരു ടെഡി ബിയറൊക്കെ ഇല്ലേ, മറ്റേ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഞങ്ങൾ ചെയ്തിരുന്നു. ഞാനും സാറിൻ്റെ ചേട്ടനല്ല വൈഫും വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ 3-4 പേര് ഒരുമിച്ച് അവരുടെ വീട്ടിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരവും എല്ലാം പുള്ളിയാണ് എന്നെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇത് സിനി, നമ്മുടെ സ്നേഹിതൻ്റെ ഭാര്യ. പിന്നെ ഭക്തി നിർഭരമായ കാര്യങ്ങളിലും നമ്മുടെ പള്ളി സംബന്ധമായ കാര്യങ്ങളിലും ഒക്കെ ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല സന്തോഷമുണ്ട്. കാരണം എല്ലാ മരിയവരം പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും, അത് ഒരു പെരുന്നാൾ വന്നാലും ഒരു കാറ്റഗിസത്തിൻ്റെ പരിപാടിയിലാണെങ്കിലും അല്ലെങ്കിലും എന്ത് പരിപാടി വന്നാലും പൊതുവെ പറഞ്ഞാൽ 100% പള്ളിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ അത് പിന്നെ പുള്ളിയുടെ കലാപരമായ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, പള്ളിയിൽ പെരുന്നാൾ സംബന്ധിച്ചുള്ള ഡെക്കറേഷൻ, അത് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് കൂടി ടീച്ചറിൻ്റെ മേൽനോട്ടത്തിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ആലപ്പുഴ രൂപതയെ സംബന്ധിച്ചാണെങ്കിലും മരിവര ഇടവകയെ സംബന്ധിച്ചാണെങ്കിലും വളരെയധികം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന, ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുള്ള ഒരു സഹോദരിയാണ് നമ്മുടെ. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം സിനിമോൾ തങ്കച്ചൻ എന്ന ആൾ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഒരു ഗൃഹനായികയും ഒപ്പം ജാവ കമ്പനിയിലെ സ്പെയർ പാർട്ട് മാനേജറും ആയിരിക്കുന്ന ആൾ എങ്ങനെ ഒരു ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കും, ഫൊറോനയിൽ എങ്ങനെ പ്രവർത്തിക്കും, അതിനേക്കാൾ ഒരു രൂപത തലത്തിൽ തന്നെയുള്ള പ്രോഗ്രാമുകളിൽ എപ്രകാരം ഇൻവോൾവ് ആകുന്നു. പലരും ഇന്ന് സമയമില്ലാത്ത മനുഷ്യരാണ്. പലരും അവർക്ക് എന്ത് ചോദിച്ചാലും സമയമില്ല. ഒന്ന് പള്ളി വരാൻ പോലും സമയമില്ലാത്ത മനുഷ്യരുണ്ട്, ഗൃഹനായികമാരുണ്ട്. ഈ അമ്മമാർക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് സിനിമോൾ. കാരണം ഒരു ജോലിയുണ്ട്, ഗൃഹനായികയാണ്, കുഞ്ഞുങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതിനിടയിൽ ഇടവക പള്ളിയിലെ സൺഡേ സ്കൂളിലും അവിടെയുള്ള ഡെക്കറേഷനും എന്ന് വേണ്ട വേറെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകുന്ന സഹോദരി. ഈ സഹോദരിയുടെ ജീവിതം അനേക സ്ത്രീകൾക്ക് ഇതൊരു മാതൃകയാകട്ടെ. തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹമായി തീരും. നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ഒപ്പം അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയുമായി മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.